കർത്താവിൻ്റെ വലിയ നാമത്തിനെ മഹത്വം വരുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ, നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നൽകിയ അവസരത്തിനായി, ഭാഗ്യത്തിനായി ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ലോകമെമ്പാടും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ താല്പര്യത്തോടെ കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്ന ധാരാളം വ്യക്തികൾ നിങ്ങളുടെ വിഷയങ്ങൾ പറയുന്നത് പ്രാർത്ഥിക്കുവാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ, നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനായി ഒരുപറ്റം ദൈവമക്കൾ ഇവിടെ തയ്യാറായി ഇരിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ, പ്രാർത്ഥനകൾ ഒക്കെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ശുശ്രൂഷകൾ അനുഗ്രഹപ്രദമായി തീരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷിക്കുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വേലയിൽ അത്യധ്വാനം ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ശുശ്രൂഷയെ ഓർത്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ദൈവത്തിൻ്റെ വചനം ലോകമെമ്പാടും, അത് ദൈവത്തിൻ്റെ വചനം പറയുന്നു, വചനത്തിന് ബന്ധനമില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ബന്ധനമില്ലാത്ത വചനം ലോകമെമ്പാടും കടന്നു ചെല്ലുവാനായിട്ട് നമുക്ക് ഈ നാളുകളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. സർവശക്തനായ കർത്താവ് അതിനായി നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മൾ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചതിൻ്റെ തുടർച്ചയായിട്ടുള്ള ചില ഭാഗങ്ങൾ നമുക്ക് ഇന്ന് ധ്യാനിക്കാം. നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ കാണുകയുണ്ടായി, സമാഗമന കൂടാരത്തിൻ്റെ വാതിലിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു. അതിനെ തുടർന്ന് യാഗപീഠത്തെക്കുറിച്ച് ചിന്തിച്ചു വരികയായിരുന്നു. യാഗപീഠം വാതിലിനെ തൊട്ടടുത്തായിട്ടിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന ദൈവത്തിൻ്റെ ആലയത്തിൽ വാതിക്കലിരിക്കുന്ന ഈ യാഗപീഠത്തിന് വളരെ പ്രാധാന്യം കാൽവറിയുമായി ബന്ധപ്പെടുത്തി ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണവുമായി ഇതിന് വളരെ ബന്ധമുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന് നന്ദി പറയുവാൻ കഴിയുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം കാൽവറിയാണ്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാ ദിവസവും ധ്യാനിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാനുള്ള ഒരേ ഒരു സ്ഥലം കാൽവറി മാത്രമാണ്. കാൽവറിയെ ധ്യാനിക്കുവാതെ ഒരു വിശ്വാസിക്ക് അല്പം പോലും മുമ്പോട്ട് കടന്നു പോകാനായിട്ട് കഴിയില്ല. നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണവുമായി യാഗപീഠം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിഷയമാണ്. നമ്മൾ യാഗപീഠത്തിൽ കൊണ്ടുവരുന്ന മൃഗങ്ങളെ സംബന്ധിച്ചൊരു അല്പം ചിന്ത കിട്ടുന്നത്, യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ ആ യാഗ പശുവിനെ കയറുകൊണ്ട് കെട്ടുവാനായിട്ട് നമ്മൾ 118 സങ്കീർത്തനം അതിൻ്റെ 27 വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എന്താണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം? യാഗ പശുവിനെ കയറുകൊണ്ട് യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ കെട്ടുവാൻ പറഞ്ഞിരിക്കുന്നു. കൊമ്പ് നമ്മൾ യാഗപീഠത്തിന് 4 കൊമ്പുകൾ ഉള്ളതായിട്ട്, 4 ദിക്കുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന 4 കൊമ്പുകൾ, ബലിഷ്ഠമായിട്ടുള്ള 4 കൊമ്പുകൾ ഉള്ളതായിട്ട് നമുക്ക് തിരുവചനത്തിൽ പഠിക്കാൻ കഴിയുന്നു. കൊമ്പ് ദൈവവചന പ്രകാരം ജയത്തെ കാണിക്കുന്നതാണ്. ജയം കാൽവറിയിലാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പഠിക്കാൻ കഴിയുന്നുണ്ട്. ക്രൂശിന്മേൽ വെച്ച് സാത്താനുമേൽ യേശുക്രിസ്തു ജയോത്സവം കൊണ്ടാടി എന്ന് കാണുവാനായിട്ട് കഴിയും. അന്ന് വരെ പരാജയത്തിൻ്റെ അടയാളമായിരുന്ന, അന്ന് വരെ ശാപത്തിൻ്റെ അടയാളമായിരുന്ന, അന്ന് വരെ എല്ലാ തിന്മയുടെയും അടയാളമായിരുന്ന ക്രൂശിന്മേൽ വെച്ച് യേശുക്രിസ്തു സാത്താനെ പരാജയപ്പെടുത്തിയായിരുന്നു ചെയ്തത്. ക്രൂശ് നോക്കിയാൽ ഒരു പരാജയത്തിൻ്റെ സ്ഥലമായി ലോകത്തിനും സാത്താനും തോന്നുമെങ്കിലും അവിടെയായിരുന്നു യേശുക്രിസ്തു ജയം വരിച്ചത് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കുക. എന്നാൽ ഇവിടെ പഴയ നിയമത്തിൽ നമുക്കൊരു ചിത്രം കിട്ടുന്നത് യാഗ പശുവിനെ കയറുകൊണ്ട് കെട്ടുവാനായിട്ടാണ്. എന്താണ് യാഗ പശുവിനെ കയറുകൊണ്ട് കെട്ടുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത്? ആ പശു ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് കയറുകൊണ്ട് കെട്ടുവാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അല്പം കൂടെ ലളിതമായി പറഞ്ഞാൽ, കൊല്ലുവാനായിട്ട് കൊണ്ടുവരുന്ന ഈ പശുവിനെ അവിടെ നിന്ന് ഓടിപ്പോകാനുള്ള ഒരു ടെൻഡൻസി ആ മൃഗത്തിനുണ്ട്. സ്വമേധയാ ഒരിക്കലും ഒരു ആടോ ഒരു പശുവോ ഒന്നും തന്നെ യാഗപീഠത്തിന്മേൽ അത് ദഹിപ്പിക്കപ്പെടുവാനായി തന്നെ ഏൽപ്പിക്കപ്പെടുകയില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. യേശുക്രിസ്തു ലോകത്തിൽ വന്നത് തന്നെ അവൻ തൻ്റെ ജീവനെ അനേകർക്ക് വേണ്ടി മറുവിലയായി കൊടുക്കുക
നോക്കുവാൻ അത്രേ വന്നത് എന്ന് മർക്കോസ് 10-ാം വാക്യം വായിക്കുന്നു. തന്നെ തന്നെ അർപ്പിച്ചു കൊടുക്കുവാൻ, ദൈവത്തിന് തന്നെ അർപ്പിച്ചു കൊടുക്കുവാൻ, മനുഷ്യന് തന്നെ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ടാണ് ദൈവത്തിൻ്റെ പുത്രൻ ലോകത്തിലേക്ക് വന്നത്. നമുക്കതുകൊണ്ട് തന്നെ അറിയാം, യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ കിടക്കുമ്പോൾ അവനെ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പല ആളുകളും പറയുകയുണ്ടായി. മത്തായിയുടെ സുവിശേഷം 27-ാം വാക്യം വായിക്കുമ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാനായിട്ട് അവനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ കർത്താവ് അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ക്രൂശിൽ നിന്ന് കർത്താവ് ഇറങ്ങി വന്നിരുന്നെങ്കിൽ നമ്മളാരും രക്ഷിക്കപ്പെടുകയില്ലായിരുന്നു, നമ്മളാരും വീണ്ടും ജന്മം പ്രാപിക്കുകയില്ലായിരുന്നു. ക്രൂശിൽ നിന്ന് അവന് ഇറങ്ങി വരാഞ്ഞതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം വാക്യങ്ങൾ 18 വരെയുള്ള വാക്യങ്ങളും, അതുപോലെ തന്നെ സങ്കീർത്തനം 69-ാം സങ്കീർത്തനം 18-19 വാക്യം മുതൽ 21 വാക്യം വരെയും നോട്ട് ചെയ്യുന്നവർ എഴുതിക്കൊള്ളുക. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 23-ാം 34 വാക്യവും അതിനോടനുബന്ധിച്ച് വളരെ ശ്രദ്ധേയമായ വാക്യങ്ങളാണ്. ക്രൂശിൽ നിന്നിറങ്ങിയിരുന്നെങ്കിൽ നമുക്കാർക്കും ഒരു രക്ഷയും ഒരിക്കലും ലഭ്യമായിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുമാത്രമല്ല, നമ്മൾ ഈ ക്രൂശിനെ അനുഗമിക്കുന്നവരാണെങ്കിൽ ആദ്യമായി ഒരു ശിഷ്യനാകാനുള്ള യോഗ്യതയെക്കുറിച്ച് കർത്താവ് പറഞ്ഞപ്പോൾ ആദ്യത്തെ യോഗ്യതയായി പറഞ്ഞിരുന്നത് ഒരു കാര്യം മാത്രമാണ്: തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് അനുഗമിക്കാത്തവരാരും തന്നെ എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ സ്റ്റെപ്പ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട്, തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് യേശുവിനെ അനുഗമിക്കുവാൻ ദൈവത്തിൻ്റെ പുത്രൻ ലോകത്തോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ക്രൂശ് യാഗപീഠത്തെ ചിത്രീകരിക്കുന്നതാണെങ്കിൽ നമ്മളും യാഗപീഠത്തിൽ ദഹിപ്പിക്കപ്പെടുവാനായി നമ്മളെ തന്നെ അർപ്പിക്കപ്പെടേണ്ടവരാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. റോമലേഖനം 12-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നു: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന് മനസ്സലിവ് അർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്നാണ്. യാഗമാക്കുവാനായി സമർപ്പിക്കാത്ത ആർക്കും തന്നെ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരിക്കുവാനായി കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ക്രൂശും എടുത്തുകൊണ്ട് ഒരുവൻ നടന്നു നീങ്ങുമ്പോൾ ആ ക്രൂശ് എടുത്തുകൊണ്ട് പോകുന്ന വ്യക്തിയെ കണ്ടുകൊണ്ട് ലോകത്തിന് ഒരു പ്രതീക്ഷയുമില്ല. അവൻ ക്രൂശ് കൊണ്ടുപോവുകയാണെങ്കിൽ അവൻ ആ ക്രൂശിന്മേൽ മരിക്കാൻ പോകുകയാണ് എന്ന് ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയും. ഇതുപോലെ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ആയുസ്സിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആഗ്രഹം മറ്റൊന്നുമല്ല, നമ്മൾ ദൈവത്തിൻ്റെ പുത്രനെ അനുഗമിക്കുമ്പോൾ നമ്മൾ ക്രൂശുമായി യേശു ക്രിസ്തുവിൻ്റെ കാൽവറി യാഗപീഠത്തിൽ വിശ്വസിച്ച് പാളയത്തിൻ്റെ പുറത്തേക്ക് നാം അവൻ്റെ നിന്ന ചുമന്നും കൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ലോകമാകുന്ന ഈ പാളയത്തിൻ്റെ പുറത്ത് അവന് അവിടെ ക്രൂശിൽ ഗോൽഗോഥയിൽ ആ യാഗപീഠത്തിന്മേൽ നിന്ന വഹിച്ചും കൊണ്ട് അപമാനിതനായി ആകാശത്തിനും ഭൂമിക്കും മധ്യേ ഇതാ തൂങ്ങിക്കിടക്കുന്നു. ദൈവപുത്രൻ ക്രൂശിക്കപ്പെടുന്ന സ്ഥലം യാഗപീഠമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് യാഗപീഠത്തിൽ ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ തന്നെത്താൻ ദഹിപ്പിക്കപ്പെടുവാനായി അർപ്പിക്കപ്പെടേണ്ടവനാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുയേശുവിലുള്ള സ്നേഹത്താൽ നമ്മൾ യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുന്നത് പോലെ നമ്മൾ ആ ക്രൂശാകുന്ന ആ യാഗപീഠത്തോട്, ആ കൊമ്പിനോട് ചേർത്ത് നമ്മളെ കെട്ടേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോസ്തലൻ വളരെ സന്തോഷത്തോടെ പറയുകയാണ്, ക്രിസ്തുയേശുവിലുള്ള ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര് എന്ന് ചോദിക്കുകയാണ്. റോമാലേഖനം 8-ാം വാക്യം മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ക്രിസ്തുയേശുവിലുള്ള ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര് എന്ന് ചോദിച്ചും കൊണ്ട് അവന് ഓരോരോ കാര്യങ്ങൾ പറയുന്നു. കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഉയരത്തിനോ ആഴത്തിനോ യാതൊരു സൃഷ്ടിക്കോ ഏകദേശം 17 കൂട്ടം കാര്യങ്ങൾ താൻ അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് പഠിക്കാൻ കഴിയും.
യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല, ഒന്നിനും സാധ്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ക്രൂശാകുന്ന യാഗപീഠത്തോട് ചേർത്ത് വെച്ച് ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് അവൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അവന് അവിടെ നിന്ന് പോകാനായിട്ട് കഴിയത്തില്ല. യാഗപീഠത്തിന്റെ കൊമ്പുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവ സ്നേഹത്തിന്റെ ഒരു പ്രദർശനമാണ്. യേശുക്രിസ്തു നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് നമുക്കും അവനെ സ്നേഹിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. എങ്ങനെ സ്നേഹിക്കണം? ഏറ്റവും അധികം പൗലോസിനെ പോലെ നമുക്ക് കഷ്ടത വന്നുകൊള്ളട്ടെ, ആപത്ത് വന്നുകൊള്ളട്ടെ, അതുപോലെ തന്നെ നിന്ദയും അപമാനവും ഒക്കെ വരുമ്പോഴും ക്രൂശിലുള്ള സ്നേഹത്തിൽ നിന്ന് എനിക്ക് പോകാൻ കഴിയില്ല. പ്രിയമുള്ളവരെ, കർത്താവുമായി ഞാൻ അത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. ആത്മാവിൽ ആ ഒരു അനുഭവമുള്ള എല്ലാ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങളുടെ ആത്മാവിൽ കർത്താവിനുള്ള സ്നേഹം എങ്ങനെ ഇരിക്കുന്നു എന്ന് ശാന്തമായി ഈ ശബ്ദം കേൾക്കുമ്പോൾ, എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണമേ. കർത്താവിനോടുള്ള സ്നേഹത്തിൽ നമ്മൾ ആ കൊമ്പിൽ ബന്ധപ്പെട്ടിരിക്കുന്നു, കാൽവറി ക്രൂശിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് ഈ യാഗപീഠത്തിന്റെ കൊമ്പുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, യാഗപീഠത്തിന്റെ കൊമ്പുകൾ അതൊരു സങ്കേതമായി ദൈവവചനം നമ്മെ ചിത്രീകരിച്ചിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ 84-ാം സങ്കീർത്തനം 1-ാം വാക്യം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം എന്ന് പറഞ്ഞിട്ട് കുരികിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോരഹിന്റെ മക്കൾ ഓടിച്ചെന്ന് അഭയം പ്രാപിച്ചത് യാഗപീഠത്തിന്റെ കൊമ്പിൽ അവർ അള്ളിപ്പിടിച്ചും കൊണ്ട് അവർ അഭയം പ്രാപിക്കുകയായിരുന്നു. അങ്ങനെ അവർ അഭയം പ്രാപിക്കുമ്പോൾ അവരുടെ പ്രാണൻ അവർക്ക് തിരിച്ചു കിട്ടുകയായിരുന്നു ചെയ്തത്. തങ്ങളുടെ പിതാക്കന്മാരെല്ലാവരും ദൈവത്തിന്റെ ന്യായവിധിയാൽ അവരെല്ലാവരും നഷ്ടപ്പെട്ട് നശിച്ചു പോകുമ്പോൾ ദൈവത്തിന്റെ മക്കളെ നമുക്ക് ഏറ്റവും സ്തോത്രം ചെയ്യാൻ വക നൽകുന്ന കാര്യം, അവരുടെ പിതാക്കന്മാരുടെ ആ ന്യായവിധി കണ്ടുകൊണ്ട് മക്കൾ ഓടി രക്ഷപ്പെടുകയാണ്. ഇന്നും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. കഴിഞ്ഞ തലമുറയിൽ നഷ്ടപ്പെട്ടു പോയ ലക്ഷോപലക്ഷം ആളുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ അവരുടെ സന്താനങ്ങളെ ദൈവം ഈ അന്ത്യകാലത്ത് രക്ഷയിലേക്ക്, കാൽവറി ക്രൂശിലേക്ക് മാടി വിളിക്കുന്നു. നിങ്ങളുടെ പാരമ്പര്യം നോക്കണ്ട, നിങ്ങളുടെ പിതാക്കന്മാർ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അവനവൻ കണക്ക് ബോധിപ്പിക്കേണ്ട നാളിൽ നിങ്ങളുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ അല്ല കണക്ക് ദൈവം ചോദിക്കുന്നത്. പിന്നെയോ ദൈവം നിങ്ങളുടെ ആത്മാവിൻ്റെ കണക്ക് ചോദിക്കും. അതുകൊണ്ട് നമുക്ക് മുറുകെ പറ്റുന്ന പാപം വിട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടോടാം. മാത്രമല്ല, ക്രിസ്തുയേശുള്ള ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി നമുക്ക് ലാക്കിലേക്ക് ഓടാം. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാകാൻ ഓടാം. ഈ ദിവസങ്ങളിൽ നമുക്ക് ആ കൊമ്പിൽ പിടിച്ച് രക്ഷപ്പെടാം. നമ്മൾ കൊമ്പ് രക്ഷയ്ക്ക് ആധാരമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ കോരഹിന്റെ മക്കൾ അവിടെ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, നമുക്ക് അടുത്തതായിട്ട് പഠിക്കാൻ കഴിയുന്നത് അദോനിയാവ് രക്ഷപ്പെടുന്നത് യാഗപീഠത്തിന്റെ കൊമ്പിൽ പിടിച്ചും കൊണ്ടാണ്. ശലോമോന്റെ കോപം ജ്വലിക്കുമ്പോൾ അദോനിയാവ് രക്ഷപ്പെടാനായിട്ട് ഓടുകയാണ്. ഓടുമ്പോൾ അവൻ ചെന്ന് യാഗപീഠത്തിന്റെ കൊമ്പിൽ അള്ളിപ്പിടിക്കുകയാണ്. അങ്ങനെ യാഗപീഠത്തിന്റെ കൊമ്പിൽ അള്ളിപ്പിടിച്ചത് കൊണ്ട് അവനെ വെറുതെ വിട്ടാക്കാനായി ശലോമോൻ പറയുകയാണ്, ഇതുപോലെ യാഗപീഠത്തിന്റെ കൊമ്പിൽ ഞാനും നിങ്ങളും പിടിച്ചാൽ നമുക്കവിടെ രക്ഷയുണ്ട് എന്നാണ് പറഞ്ഞത്. ലോകത്തിലെ ഏത് വലിയ ദോഷം ചെയ്ത വ്യക്തിയാണെങ്കിലും യാഗപീഠത്തിൽ ചെന്ന് യേശുക്രിസ്തുവിന്റെ കാൽവറി യാഗമരണത്തിൽ നമ്മൾ ചെന്ന് അള്ളിപ്പിടിച്ചാൽ, അതിൽ വിശ്വസിച്ചാൽ, അതിൽ ആശ്രയിച്ചാൽ നമുക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്നാൽ ഈ അദോനിയാവ് തന്നെ കുറെ നാളുകൾക്ക് ശേഷം അവന് മാറ്റപ്പെടുന്നതായി, അവൻ കൊല്ലപ്പെടുന്നത് കാണുവാൻ കഴിയും. ഈ യാഗപീഠത്തിൽ തന്നെ ചെന്നവൻ വീണ്ടും അള്ളിപ്പിടിക്കുമ്പോൾ അവന് ശലോമോൻ തന്നെ ആളെ ഏൽപ്പിച്ച് അവനെ കൊല്ലുന്നത് കാണുവാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് അവൻ മരിച്ചത്? അവന് അപ്പന്റെ വെപ്പാട്ടിയായിരിക്കുന്ന സ്ത്രീയെ അമ്മ മുഖാന്തരം ചോദിക്കുമ്പോൾ, അഥവാ അവൻ മനഃപൂർവ്വം
കൃപ ലഭിച്ച് അവന് വീണ്ടും പാപത്തിൽ വീണു പോകുമ്പോൾ, ആ ജഡികനായി മാറ്റപ്പെടുമ്പോൾ അവന് ഒരു ക്ഷമയും കിട്ടാതെ അവൻ മരിച്ചു പോവുകയാണ്. ഇന്ന് നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. ഈ നാളുകളിൽ ദൈവ കൃപയാൽ രക്ഷപ്പെട്ട ധാരാളം ആളുകളും വീണ്ടും മനഃപൂർവ്വം പാപം ചെയ്യുമ്പോൾ ദൈവത്തിനെ ക്ഷമിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, യേശുക്രിസ്തു കഴിച്ചത് ഏകയാഗമാണ്. ആ യാഗത്തിന് ശേഷം വീണ്ടും ഒരു യാഗമില്ല. എബ്രായ ലേഖനം 6-ാം അധ്യായം വായിക്കുമ്പോൾ, ഒരിക്കൽ പ്രകാശം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവർ അവർ പിന്മാറിപ്പോയാൽ വീണ്ടും ദൈവപുത്രനെ ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് ഒതുക്കുവാൻ കഴിവുള്ളതല്ല എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ ആമേൻ കൃപയിലേക്ക് വന്ന ആളുകൾ വീണ്ടും ആ കൃപ നഷ്ടപ്പെട്ട് ജഡീകരായി മാറിപ്പോയാൽ അവർക്ക് ഒരിക്കലും ദൈവം കരുണ കാണിക്കുന്നില്ല, ദൈവം അവരെ ശിക്ഷിക്കുമെന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർത്തിരിക്കുക. അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്, യോബാബിനെ സംബന്ധിച്ചിടത്തോളം യോബാബ് ഇതുപോലെ തന്നെ രക്ഷപ്പെട്ട ഒരാളാണ്. ദാവീദിന്റെ സൈന്യാധിപനായിരുന്ന യോബാബ് ദേവാലയത്തിൽ പോയി അവന് യാഗപീഠത്തിന്റെ കൊമ്പിൽ അള്ളിപ്പിടിക്കുന്നത് കാണുവാൻ കഴിയും. 1 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ അത് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള അവന് പോയി യാഗപീഠത്തിൽ അള്ളിപ്പിടിച്ചെങ്കിലും അവന് കുറെ കാലങ്ങൾക്ക് ശേഷം അവന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അവനെ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു, അവനും രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് അവന് രക്ഷപ്പെടാൻ കഴിയാതിരുന്നത്? അവൻ മനഃപൂർവ്വം പാപം ചെയ്യുകയായിരുന്നു. അബ്നേർ എന്ന് പറയുന്ന നിർദോഷിയായ ഒരുവനെ കൊന്ന നിമിത്തം ദൈവം അവനോട് കരുണ കാണിക്കുന്നില്ല, അവനെ ശിക്ഷിക്കുന്നതും പഠിക്കുവാൻ കഴിയും. മൂന്നാമതായിട്ട് നമുക്ക് യാഗപീഠത്തിന്റെ കൊമ്പുകളെ കുറിച്ച് വായിക്കുമ്പോൾ എക്സോഡസ് ചാപ്റ്റർ 29 29-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 29-ാം അധ്യായത്തിന്റെ 1, അതുപോലെ തന്നെ 10-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ ഇങ്ങനെയുള്ള വാക്യങ്ങൾ വായിക്കും. പാപപരിഹാരത്തിന്റെ ദിവസത്തിൽ എല്ലാ മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരത്തിനുള്ള കാടിനെ അർത്ഥത്തിന് ശേഷം യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ ഇതാ രക്തം പുരട്ടുന്നു. അവിടെയും യാഗപീഠത്തിന്റെ കൊമ്പുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇത് കാൽവറി മരണത്തെ, യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തെ കാണിക്കുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിൽ വിശ്വസിക്കുന്ന നിമിഷങ്ങളിൽ നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെടുന്നു എങ്കിലും, നമ്മുടെ പാപങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നു എങ്കിലും, മനഃപൂർവ്വം പാപം ചെയ്താൽ നിശ്ചയമായും നാം തള്ളപ്പെടും എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. പലപ്പോഴും പെയ്ത മഴ കുടിച്ച ശേഷം ഭൂമി സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ നല്ലത്, എന്നാൽ മുള്ളിഞ്ഞിരഞ്ഞിലും വിളപ്പിച്ചാലോ അത് ചുട്ടുകളയത്രേ അതിന്റെ അവസാനം എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അന്തരാത്മാവിൽ നിങ്ങൾ തന്നെ ശോധന ചെയ്യുക. കർത്താവേ, ഞാൻ ആ യാഗപീഠമാകുന്ന കുരിശിന്റെ അടിവാരത്തിൽ വന്ന് യാഗപീഠത്തിന്റെ കൊമ്പിൽ അള്ളിപ്പിടിച്ച് ഞാൻ രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ്. എനിക്ക് ആ കൃപയാലുള്ള രക്ഷ എനിക്ക് സൗജന്യമായി നീ തന്നിരിക്കുന്നു. ഒരിക്കലും ആ കൃപ നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകരുത് എന്ന് നമുക്ക് മനഃപൂർവ്വമായി പ്രാർത്ഥിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ തുടർച്ചയായിട്ടുള്ള ഈ വചന പഠന പരമ്പരയിൽ നിങ്ങൾ പങ്കുചേരുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് കൂടുതൽ സത്യങ്ങൾ, ഈ പഴയ നിയമത്തിന്റെ താളുകളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഈ സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടതിലുള്ള സന്തോഷം നിങ്ങളോട് അറിയിക്കുന്നു. തുടർന്നും ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരിക്കുമാറാകട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ദൈവത്തിന്റെ കൃപയും വാഴ്വുകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഭവനങ്ങളിൽ വാഴുമാറാകട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് ജീവിക്കാം. ആ കാൽവറി ക്രൂശിൽ നമുക്ക് അഭയം പ്രാപിക്കാം. ദൈവം അതിനായി നമ്മെ സഹായിക്കുമാറാകട്ടെ.
ഒരിക്കലുമില്ല. അവൻ മാറുകില്ല, അവൻ മാറുകില്ല. എന്നെ തകർക്കാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, എന്നെ തകർക്കാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ മാറുകില്ല, അവൻ മാറുകില്ല. ിലും എന്റെ ഉള്ളം കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിടിലും പ്രതികൂലക്കാ